കാട്ടിലെ കൂട്ടുകാർ. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കാടിന്റെ കഥയാണ്. ഒരിക്കൽ ഒരു കാട്ടിൽ കുറേ മൃഗങ്ങൾ ഒരുമയോടെ താമസിച്ചിരുന്നു. ഈ കാടിന്റെ പേരാണ് അമ്പൂറ്റിക്കാട്. മറ്റു കാടുകളെ പോലെ ഇവിടെയുള്ള മൃഗങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യാറില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടെയും സമാധാനത്തോടെയുമാണ് താമസിച്ചിരുന്നത്. ഈ കാട്ടിലാണ് കിട്ടുമുയലിന്റെയും ചോട്ടുമൂങ്ങയുടെയും ലിയോ സിംഹത്തിന്റെയും ഹാപ്പി അണ്ണാന്റെയും താമസം. 4 പേരും ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം രാവിലെ കിട്ടുമുയലും ചോട്ടുമൂങ്ങയും ഹാപ്പി അണ്ണാനും സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അകലെ നിന്നും ആരുടെയോ കരച്ചിൽ കേട്ടത്. ഇത് കേട്ടതും ചോട്ടുമൂങ്ങ പറഞ്ഞു, കൂട്ടുകാരെ, ആരുടെയോ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. ആരാണത്? ഒട്ടും പരിചയമില്ലാത്ത ശബ്ദം. ശരി തന്നെ, ഹാപ്പി അണ്ണാൻ അത് ശരിവെച്ചു. ഇനി വല്ല വേട്ടക്കാരാകുമോ? നമ്മളെ പിടിക്കാൻ പല സൂത്രങ്ങളും അവർ പ്രയോഗിക്കും. നമ്മൾ സൂക്ഷിക്കണം. ഇത് കേട്ട കിട്ടുമുയൽ പറഞ്ഞു, നമുക്കെന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? വേട്ടക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങളെ വിവരമറിയിക്കണമല്ലോ. 3 പേരും ഒരുമിച്ച് കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് വെച്ചുപിടിച്ചു. അവിടെ എത്തിയപ്പോഴോ വേട്ടക്കാർ വെച്ച ഒരു വലയിൽ പെട്ടുകിടക്കുകയാണ് ഒരു സുന്ദരി കിളി. ഹാപ്പി അണ്ണാൻ ചോദിച്ചു, നീ ആരാണ്? നിന്നെ ഈ കാട്ടിൽ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കിളി പറഞ്ഞു, എന്റെ താമസം ഈ കാട്ടിലല്ല. ഞാൻ അടുത്ത കാട്ടിൽ നിന്നും എന്റെ ചെങ്ങാതിയെ കാണാൻ വേണ്ടി വന്നതാ. താഴെ ഭക്ഷണം കണ്ടപ്പോൾ കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണ്. അത് പക്ഷേ വേടന്റെ സൂത്രമായിരുന്നു. ഞാൻ ഈ വലയ്ക്കുള്ളിൽ പെട്ടുപോയി. ഇത് കേട്ട മുയൽക്കുട്ടൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. 3 പേരും കൂടി വല മുറിക്കാൻ കഴിവതും ശ്രമിച്ചു. പക്ഷേ ഒരു രക്ഷയുമില്ല. അപ്പോൾ ചോട്ടുമൂങ്ങ പറഞ്ഞു, അണ്ണാരക്കുട്ട, നീ വേഗം പോയി നമ്മുടെ ലിയോ സിംഹത്തെ വിളിച്ചുകൊണ്ടുവാ. അവൻ ആ പുഴക്കരയിലുണ്ടാകും. ഇത് കേട്ടതും ഹാപ്പി അണ്ണാൻ മരങ്ങളുടെ ഇടയിലൂടെ ചാടിച്ചാടി നദിക്കരയിലേക്ക് പോയി. ഇത് കേട്ട് കിളി പറഞ്ഞു, അയ്യോ, സിംഹച്ചാർ എന്നെ രക്ഷിക്കുമോ? എന്നെ കണ്ടതും അവൻ എന്നെ പിടിച്ച് ശാപ്പിടും, തീർച്ച. ഇത് കേട്ട് കിട്ടുമുയൽ പറഞ്ഞു, അത് നിനക്ക് ഈ കാടിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ ആപത്തിൽപ്പെടുന്ന കൂട്ടുകാരെ രക്ഷിക്കുകയാണ് പതിവ്. നീയാണെങ്കിൽ ഞങ്ങളുടെ അതിഥിയും. നിന്നെ എന്തായാലും ലിയോ രക്ഷിക്കും, സംശയമില്ല. അപ്പോഴേക്കും സിംഹച്ചാരെയും കൂട്ടി ഹാപ്പി അണ്ണാൻ അവിടേക്ക് വന്നു. ലിയോ സിംഹം വളരെ ശ്രദ്ധയോടെ മൂർച്ചയേറിയ നഖം ഉപയോഗിച്ച് വല മുറിക്കാൻ ആരംഭിച്ചു. വലയ്ക്കുള്ളിൽ കിടന്ന പാവം കിളിയുടെ ശരീരത്ത് മുറിവ് പറ്റിയിരുന്നു. അണ്ണാൻകുട്ടൻ കാട്ടിൽ നിന്നും മരുന്ന് ശേഖരിച്ചു കൊണ്ടുവന്നു. എല്ലാ മൃഗങ്ങളും കൂടി കിളിയുടെ ശരീരത്ത് മരുന്ന് പുരട്ടുകയും കിളിയെ ശുശ്രൂഷിക്കുകയും ചെയ്തു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കിളി ആരോഗ്യം തിരിച്ചെടുത്തു. എല്ലാ മൃഗങ്ങളോടുമായി അവൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും എത്ര നല്ലവരാണ്. ഇങ്ങനെ ഒരു കാട് ഞാൻ ആദ്യമായി കാണുകയാണ്. എല്ലാവരും എത്ര സ്നേഹത്തോടെയും ഒരുമയോടെയുമാണ് ഇവിടെ ജീവിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നെ രക്ഷിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. എന്തായാലും ഇന്നു മുതൽ ഞാനും നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുവാൻ തീരുമാനിച്ചു. ഇത് കേട്ട് ലിയോ സിംഹം പറഞ്ഞു, ഞങ്ങൾക്ക് നന്ദി മാത്രം പോരാ, നീ നന്നായി പാടുമല്ലോ. ഞങ്ങൾക്കായി ഒരു പാട്ട് പാടൂ, കേൾക്കട്ടെ. കിളി മനോഹരമായി പാടാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ആ പാട്ടിനൊപ്പം ചേർന്ന് പാടി. കൂട്ടുകാരെ, അപകടത്തിൽപ്പെടുന്ന സുഹൃത്തുക്കളെ രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏത് പ്രശ്നത്തെയും മറികടക്കാൻ സാധിക്കും. എല്ലാവരോടും സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുക.
കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.